നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നാളെ നീ ഇങ്ങോട്ട് വരുമോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ അമ്പലത്തിൽ പോകുന്നു കള്ളം പറഞ്ഞിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വരാം. അതൊന്നും വേണ്ട. പിന്നെ കാണണമെന്ന് നീയല്ലേ പറഞ്ഞ? കാണണോന്ന് പറഞ്ഞത് ശരിയാ, അതിപ്പോ കാണണം. ഇപ്പൊ എങ്ങനെ? ഹരിതേ, ഞാൻ നിന്റെ വീടിന്റെ കോമ്പൗണ്ടിലുണ്ട്. സ്കൂട്ടർ വഴിയിലായി. എടാ, MLA കരുണാകരക്കുറിപ്പിന്റെ വീടിന്റെ മുൻവശത്ത് വെച്ചാ. ഓ, അമ്മായിച്ചനൊക്കെ തന്നെയാ, അറിയാലോ. ഇപ്പൊ പിണക്കത്തില, നിനക്കറിയാലോ അത്. ഞാൻ ഇവിടെ നിന്ന് ശരിയാവത്തില്ല. പെട്രോള് തീർന്നെന്ന് തോന്നുന്നു. നീ ഒരു കാര്യം ചെയ്, കുറച്ച് പെട്രോള് വാങ്ങിച്ചൊഴിച്ച് നീ നിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചേക്ക്. ഞാനൊരു ടൂറ് പോവാ. കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് പറയാം. അതെ, വണ്ടി എടുത്തോണ്ട് പോകുമ്പോ വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കരുത്. ഓക്കെ അളിയാ. എന്തൊരു മനുഷ്യ. ഹലോ മനോജെ, ഞാൻ ഇപ്പൊ നിന്നെ കുറിച്ച് ഓർത്തതേ ഉള്ളൂ. ഹരിതേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എനിക്കും നിന്നെ കാണണമെന്നുണ്ട്. നാളെ നീ ഇങ്ങോട്ട് വരുമോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ അമ്പലത്തിൽ പോകുന്നു കള്ളം പറഞ്ഞിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വരാം. അതൊന്നും വേണ്ട. പിന്നെ കാണണമെന്ന് നീയല്ലേ പറഞ്ഞ? കാണണോന്ന് പറഞ്ഞത് ശരിയാ, അതിപ്പോ കാണണം. ഇപ്പൊ എങ്ങനെ? ഹരിതേ, ഞാൻ നിന്റെ വീടിന്റെ കോമ്പൗണ്ടിലുണ്ട്. മനോജ്, ഇപ്പൊ എനിക്ക് പുറത്തോട്ട് വരാൻ പറ്റില്ല. പോരാത്തതിന് സെക്യൂരിറ്റിയും. എടാ, വീടിന് ചുറ്റും CCTV ക്യാമറയുണ്ട്. സെക്യൂരിറ്റി ഒക്കെ നല്ല ഉറക്കത്തില. ഞാനിപ്പൊ നിന്റെ വീടിന്റെ കാർ പോർച്ചിലുണ്ട്. താഴെയോ? പിന്നല്ലാതെ. നീ വേഗം വാതില് തുറക്ക്. ശരി, നീ ആരും കാണാതെ അവിടെ മറിഞ്ഞു നിന്നോ, ഞാൻ ദേ വരുന്നു. എല്ലാരും ഉറങ്ങി. നീ വാ,
അകത്തേക്ക് പോ. ആ. മോളെ മനോജ്, നീ എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയത്? ഞാൻ നിന്നെ കാണാതെ അവിടെ ശ്വാസം മുട്ടിയിരിക്കുവായിരുന്നു. നീ അല്ലേ ഇവിടുന്ന് പോയത്? നിന്നെ കാണാതെ എനിക്കും പറ്റുന്നില്ല മനോജ്. ഹരിതേ, എല്ലാരെയും വെറുപ്പിച്ച് നമ്മൾ തമ്മിൽ ഒരുമിച്ചത് ഇങ്ങനെ പിരിഞ്ഞിരിക്കാനായിരുന്നു. എല്ലാം എന്റെ കയ്യിലെ കുഴപ്പമാ. മനോജ് എന്നോട് എന്ത് തെറ്റാ ചെയ്ത? ഒരു ബിസിനസ് നടത്തുമ്പോ ലാഭവും നഷ്ടമൊക്കെ വരും. അത് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. നിന്നെ പോലെ ഒരു പെണ്ണിനെ കിട്ടാൻ ഒരു യോഗ്യതയില്ലാത്തവനാ ഞാൻ. നിന്റെ മുമ്പേ ആളായി കാണിക്കാനാ ഞാൻ ഈ ബിസിനസ് ഒക്കെ നടത്തിയത്. അതുകൊണ്ടാ പലിശക്കടിക്കേണ്ടി വന്നതും പ്രമാണം പണയം വെക്കേണ്ടി വന്നതും ഒക്കെ. എന്നെ പോലെ ഒന്നിനും കൊള്ളാത്ത ഒരുത്തനെ എന്തിനാ ഹരിതന്? അങ്ങനെയൊന്നും പറയരുത് മനോജ്. നീ എന്നും എനിക്ക് പ്രിയപ്പെട്ടതാ. ഐ ലവ് യു ഹരിതേ. ഐ ലവ് യു ടു. രാക്ഷസ് ഇനിയും വരും എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ. ഒരിക്കലും ഞാൻ അവൾക്ക് കൊടുക്കില്ല എന്റെ തീയെ. രാഖി, അവൾ ഇനി ദിയമോളെ കാണുക പോലും ചെയ്യരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.